ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ എല്ലാം ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 4 സവാള നീളത്തിൽ കട്ട് ചെയ്ത് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് വഴന്നാൽ പോരാട്ടോ, നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടണം നമുക്ക് ഈ ഒരു സവാള. ഈ ഒരു കളർ ആവുന്ന വരെ സവാള വഴറ്റിയതിന് ശേഷം നമുക്ക് 1 കപ്പ് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ നല്ല കളറായി വന്നതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സവാള ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ്ഡ് ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തേക്കണെയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് കരിഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അടി കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗള് തക്കാളി അരിഞ്ഞത്, ഏകദേശം ഒരു 1.5 തക്കാളി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു 1.5 കിലോഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അതിൽ സ്ഥലം കുറവായതുകൊണ്ട് ഇളക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മറ്റൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. ആ ഒരു ചിക്കനിലേക്ക് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചെടുക്കണം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആ ഒരു ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടാണ് നമ്മൾ ചിക്കൻ വെന്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി. നമ്മുടെ ചിക്കൻ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് കിട്ടും. വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമ്മളിത് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം കേട്ടോ. നല്ല കളറിൽ തെളിഞ്ഞ് വരും. എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾ സാദാ മുളക് പൊടിയും അതുപോലെ തന്നെ നല്ല കളർ കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു കറി. ഇവിടെ വെളിച്ചെണ്ണയൊക്കെ അതേ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.